ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വർക്ക് ജാഗ്വർ അക്വാമാക്സ് ഡൈവേർട്ടറാണ്. അതായത് നമ്മൾ 3 ഓപ്ഷൻ വരുന്ന ഡൈവേർട്ടർ. ഒരു സ്പൗട്ട്, ഒരു ഹെഡ് ഷവർ, ഒരു ഹാൻഡ് ഷവർ. അപ്പോൾ അതിൻ്റെ ഇന്ന് PPR ആണ് വർക്ക്. പൈപ്പ് കംപ്ലീറ്റ് PPRലാണ് നമ്മൾ ചെയ്യുന്നത്. ഏകദേശം ഹീറ്ററൊക്കെ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്, KPT ഗിഫ്റ്റാണ്. ഓരോ 50,000 രൂപേൻ്റെ പർച്ചേസിങ്ങിനും നമുക്ക് ഗിഫ്റ്റ് ഉണ്ട്. ഒരു ഹീറ്ററാണ് അവരെ ഗിഫ്റ്റ്. അപ്പോൾ ഇതും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നമ്മളെ കയ്യിലുള്ള ഹീറ്ററുകളുണ്ട്. അപ്പോൾ മൊത്തം ഒരു 3-4 ഹീറ്ററുകളുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, പരമാവധി നമ്മൾ ഈ PPR ചെയ്യുന്നവർ, പുതിയതായിട്ട് ചെയ്യുന്നവർ കേട്ടോ, ഇത് ചെയ്ത എക്സ്പെർട്ടിൻ്റെ ആളുകൾക്കല്ല, പുതിയതായിട്ട് ഈ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരോട് പറയാനുള്ളത്, PPRന് ടെമ്പറേച്ചർ, ഉരുകി ഒട്ടാനുള്ള ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 260 ഡിഗ്രിയാണ്. അത് നിങ്ങളെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തെ വോൾട്ടേജ്, അവിടുത്തെ എല്ലാം അതിനെ ബേസ് ചെയ്തുകൊണ്ടിരിക്കും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ വോൾട്ടേജ് കുറവുള്ള സ്ഥലമാണെങ്കിൽ കുറച്ച് കൂട്ടി വെക്കുക. അതുപോലെ ലെങ്ത്ത് വയറിൻ്റെത് പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. 50 മീറ്ററോ 30 മീറ്റർ റോളൊക്കെ ആണെങ്കിൽ റോൾ ചെയ്തുകൊണ്ട് ഹീറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. വളരെ ലോ വോൾട്ടേജ് കിട്ടുള്ളൂ. ആംബിയർ ഹൈ ആംബിയർ ആയിരിക്കും. നമുക്ക് ടെമ്പറേച്ചർ ഉരുകി മെൽറ്റ് ആവാനുള്ള ടെമ്പറേച്ചർ കിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ 3 ഔട്ടാണ്. ഔട്ട് 3 മുകളിലാണ് വരുന്നത്. അതുപോലെ ഹോട്ടും കോൾഡും താഴെ. മറ്റുള്ളത് 3 2 സൈഡിലും ടോപ്പിലായിട്ട് ഔട്ട്, മുകളിൽ നേരെ ഹെഡ് ഷവറിലേക്കുള്ള ഔട്ട്. അപ്പോൾ അത്യാവശ്യം നല്ല ഹെവിയാണ് സാധനം. പിന്നെ ഇത് നമുക്ക് പ്രഷർ പമ്പിന് ഉപയോഗിക്കാൻ, നല്ല ഹൈ പ്രഷറുള്ള പ്രഷർ പമ്പൊക്കെ വെക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതായത് ടേണാണ്, അതിന് നോബാണ്. അപ്പോൾ 3 പ്രാവശ്യം നമുക്ക് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുഷല്ല, പ്രസ്സിങ് അല്ല, ബട്ടർഫ്ലൈ വാൽവും അല്ല. അതുകൊണ്ട് അക്വാമാക്സ് ജാഗ്വറിൽ നമ്മളെ നോർമലി ഡൈവേർട്ടറിനെ അപേക്ഷിച്ച് ഇത് പ്രഷർ പമ്പൊക്കെ വെക്കുന്നവർക്ക് ഇത് ബെസ്റ്റ് ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് PPR KPT PN20 ആണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നോർമലി ഇപ്പോൾ നമ്മളെല്ലാം മൊത്തത്തിൽ നമ്മളെ ഒരു ചെറിയ വർക്കാണെങ്കിലും ഇപ്പോൾ കമ്പനീൻ്റെ ഒരു പ്രൊമോഷനായിട്ട് കാണണ്ട, നമുക്കിപ്പോൾ കിട്ടുന്നതിൽ വെച്ച് ഒരു ബെറ്റർ ക്വാളിറ്റി എന്ന് തന്നെ പറയാം. അപ്പോൾ അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന വർക്ക്. അതിനിപ്പോൾ ഒരു ബാത്റൂം ആയാലും 2 മീറ്റർ ആയാലും 1 മീറ്റർ ആയാലും ഒക്കെ നമ്മൾ ഈ പൈപ്പ് വെച്ചിട്ടാണ് ഈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ഇപ്പോൾ നമ്മളൊരു വർക്ക് സൈറ്റാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണ്. ഏകദേശം ഒരു 5 ബാത്റൂമുണ്ട്, 5 അക്വാമാക്സ് ഡൈവേർട്ടറാണ്. അപ്പോൾ ഇത് ഹോളോ ബ്രിക്സ് ആണ് കേട്ടോ, ചുമര് കംപ്ലീറ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ വാൽവ്, സ്റ്റോപ്പ് കോക്ക്, ബാത്റൂമിനെ ക്ലോസ് ചെയ്യാനുള്ള ഒരു കോക്ക് അത് ഉള്ളിലാണ് കൊടുക്കുന്നത്. അപ്പോൾ PPRലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ആളുകൾക്ക് ഉള്ളൊരു വീഡിയോസായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. അതായത് ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ കൂടുതലും CPVC ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ CPVC എന്നൊരു മാറ്റം. പിന്നെ PPRനെ കൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് അൺബ്രേക്കബിളാണ്. നമുക്ക് പൈപ്പ് ബ്രേക്കായി, പ്രഷർ കൊണ്ട് പൈപ്പ് തള്ളിപ്പോയി, എൽബോ പൊട്ടി, ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് നിങ്ങൾ ഒരു ക്ലയൻറ്റും നിങ്ങളെ സമീപിക്കില്ല, അത് ഗ്യാരൻറ്റിയാണ്. അപ്പോൾ അതാണ് നമ്മൾ PPR പൈപ്പ് ഉപയോഗിച്ചുള്ള ഒരു ഗുണം. അൺബ്രേക്കബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്ക് ഇല്ല. അതിന് ബ്രോക്കൺ എന്ന് പറഞ്ഞൊരു സാധനം PPRനെ സംബന്ധിച്ച് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് PPR ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ഇതിൻ്റെ ഹീറ്റിങ്ങും ടെമ്പറേച്ചർ എത്രയാണെന്നും, മെൽറ്റാവാനുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നും, ഉരുകാനുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നൊക്കെ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതാണ്. അതുവരെക്കും ഗുഡ് ബൈ.